ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ഓട്സ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പാലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ആ ഓട്സിൻ്റെ തരികളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇത് നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ തരിയൊന്നുമില്ലാതെ ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈവിടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് കുറുക്കിയെടുക്കേണ്ടത്. ക്രീമിന് അത്യാവശ്യം നല്ല മധുരം വേണ്ടതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പാൽപ്പൊടി ചേർക്കുമ്പോൾ ക്രീമിനേക്കാൾ ഒരല്പം കൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ ഓട്സിൻ്റെ അളവ് ഒരല്പം കൂടി കൂട്ടിയേക്കണേ. ഇപ്പോൾ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒട്ടും അടിക്ക് പിടിക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാനിൽ നിന്നൊക്കെ വിട്ടതായി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഓട്സിൻ്റെ ബാറ്ററൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 2/3 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 6 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നെയ്യോ ഡാൽഡയോ മാർഗറിനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വിസ്ക് കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്ററുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇതങ്ങ് ബീറ്റായി കിട്ടിക്കോളും. ബട്ടർ ഒരു ക്രീമി പരുവമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓട്സിൻ്റെ ബാറ്റർ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് ഒട്ടുന്നത് പോലെ ഫീൽ ചെയ്യും. കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ കറക്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ അതേ രീതിയിൽ കിട്ടിക്കോളും. ഓട്സിന് പകരം നമുക്ക് മൈദപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഓട്സ് ആകുമ്പോഴേക്കും ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓട്സ് തന്നെ എടുത്തിട്ടുള്ളത്. ഓട്സിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഈ ബട്ടറുമായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ എടുത്ത് ഈ ബൗളിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. കുറച്ച് തിക്കായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കൈകൊണ്ട് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങും. അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ബീറ്റ് ചെയ്താൽ മതിയാകും. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെയാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്ഷമയോടെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമും കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒട്ടലൊക്കെ ഒന്ന് മാറിയിട്ട് ആ ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിസ്കിൽ നിന്നും ഈ ക്രീം താഴോട്ട് വീഴാനുള്ള ഈ ബുദ്ധിമുട്ട് കണ്ടോ, ഈ ഒരു പരുവമാവുമ്പോഴേക്കും നമുക്ക് ബീറ്റ് ചെയ്യലങ്ങ് നിർത്തി കൊടുക്കണം. ഇപ്പോൾ തന്നെ ഞാൻ ഈ ക്രീം ഒരു ഐസിങ് ബാഗിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലെന്ന് പറഞ്ഞ് ആരും തന്നെ വിഷമിക്കേണ്ട. നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ.
എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.